6 മാസങ്ങൾക്ക് മുമ്പാണ് കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ 7 വയസ്സുകാരി നിയ ഫൈസലിനെ തെരുവുനായ ആക്രമിക്കുന്നത്. ദിവസങ്ങൾക്കകം കുട്ടി പേവിഷബാധയേറ്റ് മരിച്ചു. മരണകാരണം ചികിത്സാ പിഴവാണ് എന്ന ആരോപണം ഉയർന്നതോടെ രാഷ്ട്രീയ പാർട്ടികളടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തി. ഒടുവിൽ എന്ത് സംഭവിച്ചു? റൈഡിംഗ് റിപ്പോർട്ടേഴ്സ് പരിശോധിക്കുകയാണ്. പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റു മരിച്ച 7 വയസ്സുകാരി നിയ ഫൈസലിനെ പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല. 3 ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടും കുട്ടി എങ്ങനെയാണ് മരിച്ചതെന്നതിന് ഇന്നും അധികൃതർക്ക് ഉത്തരമില്ല. മാത്രമല്ല, കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ ആരെന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താനായിട്ടില്ല. കൊല്ലം കുന്നിക്കോട്ടുള്ള നിയ ഫൈസലിന്റെ വീട്ടിലേക്കും കുട്ടിയെ ചികിത്സിച്ചതിൽ പിഴവ് ആരോപിക്കപ്പെടുന്ന പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്കും സഞ്ചരിക്കുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ. നിയ നടന്ന വഴികളിൽ ഇപ്പോഴും തെരുവുനായ്ക്കൾ അങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ്. ഭീതിപ്പെടുത്തുന്ന ഈ നായ്ക്കളിൽ നിന്നും ഓടിമറയുന്ന കുട്ടികളെയും നമുക്ക് കാണാം. നിയ ഫൈസലിന്റെ വീട്ടിൽ നിയയുടെ ഉമ്മ ഹബീറയ്ക്കൊപ്പമാണ് ഞാനുള്ളത്. 2025 ഏപ്രിൽ 8-നാണ് മോളെ തെരുവുനായ ആക്രമിച്ചത്. മെയ് 5-ന് മോൾ നമ്മെ വിട്ടുപോകുന്നു. പിന്നീട് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാകുന്നു, വലിയ പ്രതിഷേധങ്ങൾ ശക്തമായി വരുന്നു. പക്ഷെ ഒന്നും എങ്ങും എത്താത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇത്രയും മാസങ്ങൾ പിന്നിടുമ്പോഴുള്ളത്. എന്താണ് നിയയുടെ ഉമ്മയ്ക്ക് പറയുന്നത്? അതാ അന്നത്തെ ഒരു കോളിളക്കം മാത്രമേ ഉള്ളായിരുന്നു. പിന്നീട് ഒരു മനുഷ്യൻ ഇപ്പം കണ്ടില്ലേ, ഇപ്പം 6 മാസമായി. ഇപ്പോൾ വരെ അന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ നിമിഷം വരെ എന്തായി എന്ന് ചോദിച്ചൊരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്നേ ഞാൻ പറഞ്ഞായിരുന്നു എല്ലാവരോടും, ഇത് എല്ലാവർക്കും ഇന്നൊരു ദിവസത്തെ വാർത്ത മാത്രമായിരിക്കും, ഇല്ലെങ്കിൽ ഒരാഴ്ചത്തെ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വെച്ചപ്പോൾ ഉണ്ടാവുമെന്ന് വാക്ക് പറഞ്ഞു പോയി. പക്ഷെ എല്ലാവരും അത് മറന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയ കാര്യങ്ങളിൽ എന്ത് അന്വേഷണം എവിടെ വരെ എത്തി? എന്ത് നീതിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ കേസിന് പോകാം എന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പം നമ്മുടെ കയ്യിലൊരു തെളിവ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വിവരാവകാശം കിട്ടിയിട്ട് അതിൽ നിന്ന് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതുവരെയായിട്ടും ഇന്ന് 6 മാസമായിട്ടും അവർ വിവരാവകാശത്തിൽ ഏത് ഡോക്ടറാണ് ചികിത്സിച്ചതെന്ന് അറിയത്തില്ലെന്ന് അവർ പറഞ്ഞു. പരിസരത്ത് വെച്ച് തന്നെയാണ് നിയയ്ക്ക് തെരുവുനായുടെ ആക്രമണം പറ്റത്. ഇവിടെ അവിടെ വെച്ചിട്ടാണ് അവളെ ആദ്യം പട്ടി കടിക്കുന്നത്. ഇവിടെ ഞാൻ അവിടെ നിന്ന് ഓടി വരുമ്പോ അവൾ ഇവിടെ കിടക്കുന്നത്. സംഭവിച്ചത് മോള് ഞാൻ അവിടെ വെളിയിൽ ഇരുന്നേത്. അപ്പൊ അവള് ഇവിടെ വെള്ളത്തിന്റെ പാത്രം എടുക്കാൻ വന്നതാ. പണിക്കാരുണ്ടായിരുന്നു ഇവിടെ പണിക്കാരുണ്ടായിരുന്നു. 1/2 വർഷം കഴിഞ്ഞിട്ടും തെരുവുനായുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിയ ഫൈസലിന് നീതി ലഭിക്കുന്നില്ല. നിയയുടെ മാതാവ് കുറേയേറെ കാര്യങ്ങൾ പറയുന്നു. അതിലേറ്റവും പ്രധാനമായി പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രി അധികൃതരെയാണ്. അവിടേക്ക് എത്തുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ. ഒരു ദിവസം ഇവിടെ IDRV, അതായത് 0 എന്ന് പറഞ്ഞാൽ 20-30 പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും മുഖം ഓർത്തിരിക്കുന്നത് നടക്കത്തില്ല. ഒരു ദിവസം കാഷ്വാലിറ്റി 500-ൽ കൂടുതൽ രോഗികൾ വരുന്നത്. ഈ 500 പേരെ ഓർത്തിരിക്കുന്നത് പ്രായോഗികമല്ല. എന്ന് മാത്രമല്ല, ഇത് കഴിഞ്ഞ് പല ദിവസങ്ങൾ കഴിഞ്ഞു വന്ന് നോക്കി നമ്മൾ കോടതിയിൽ ചെല്ലുമ്പോഴും അങ്ങനെയാണ്. ഈ ആളിനെ ചികിത്സിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാനൊക്കത്തില്ല. നിയ ഫൈസലിന്റെ മരണത്തിനു പിന്നാലെ തെരുവുനായ്ക്കളെ പിടികൂടാനൊക്കെയുള്ള പദ്ധതികൾ വിളക്കുടി പഞ്ചായത്ത് ആരംഭിച്ചിരുന്നു. പക്ഷേ ഒന്നും എങ്ങും എത്തിയിട്ടില്ല. ആ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇന്ന് അയോഗ്യയായി മാറിയിരിക്കുന്നു. നിയമ പോരാട്ടം ഇനി എങ്ങനെ?
നിയയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അനീസ് തങ്ങൾ കുഞ്ഞ് പറയുന്നു. ഈ നെഗ്ലിജന്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒരു കുട്ടിക്ക് ഈ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാക്സിമം നിയമപരമായി എവിടെയൊക്കെ പോകാൻ കഴിയുമോ, ഇതിനകത്ത് ആർക്കെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഒരു അശ്രദ്ധ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന രീതിയിൽ ഏതൊക്കെ അറ്റം വരെ പോകാൻ കഴിയുമോ ആ അറ്റം വരെ പോകാൻ ആ മാതാപിതാക്കൾ തയ്യാറാണ്. അവർക്ക് വേണ്ട എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ ഓഫീസ് ചെയ്തു കൊടുക്കും. അതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിയ ഫൈസലിന്റെ മരണത്തിന് മുൻപും പിന്നെയും ഇവിടെ നിരവധി പേർ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായി. ഇപ്പോഴും തെരുവുനായ്ക്കൾ ഈ പരിസരങ്ങളിൽ തക്കം പാർത്തിരിക്കുകയാണ്. നിയ ഫൈസലിനെ തെരുവുനായ്ക്കൾ കടിച്ചുകീറിക്കൊന്ന വിളക്കുടി പഞ്ചായത്തിൽ ഇപ്പോഴും തെരുവുനായ്ക്കൾ അങ്ങനെ വിഹരിക്കുകയാണ്. നിയമോൾക്ക് നീതി ലഭിക്കും വരെ പോരാട്ടത്തിൽ കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞവരാരും ഇപ്പോഴില്ല. അവൾക്കായി നീതി തേടിയുള്ള പോരാട്ടത്തിൽ ഈ അമ്മ തനിച്ചാണ്. ക്യാമറമാൻ അരുണ സാറിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.